അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത്തിപ്പഴം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് എത്രമാത്രം ഗുണഫലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ആരും തന്നെ ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവഗണിക്കാറാണ് പതിവ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു പഴമാണ് അത്തിപ്പഴം. മാത്രമല്ല ഹദീസിൽ സ്വർഗത്തിൽ നിന്നുള്ള പഴമാണെന്ന് കൂടി കാണാൻ സാധിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടുപോകും. അത്തിപ്പഴത്തിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾ ഈ പഴത്തെ ഒരിക്കലും അവഗണിക്കില്ല. അതിൽ ചിലത് പറയാം. ഗർഭകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആർത്തവ പ്രശ്നങ്ങൾക്കും പരിഹാരം. അത്തിപ്പഴത്തിൽ വളരെ ഉയർന്ന അളവിൽ ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഷുഗർ രോഗികൾക്ക് അഭികാമ്യം. ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ കൊളസ്ട്രോളിന് പരിഹാരം. ശ്വാസകോശ അണുബാധ ഇല്ലാതെയാക്കുന്നു. ആസ്മ രോഗത്തിന് പരിഹാരം. ധമനികൾക്ക് ആരോഗ്യം നൽകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. രക്തസമ്മർദ്ദത്തിന് പരിഹാരം. BP നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ്. അൾസറിനും പരിഹാരമാണ്. മലബന്ധം ഇല്ലാതെയാക്കുന്നു. ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഗ്യാസ് ട്രബിൾ ഇല്ലാതാക്കുന്നു. നെഞ്ചിരിച്ചൽ ഇല്ലാതാക്കുന്നു. ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ്. രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ശരീരത്തിൽ വർദ്ധിക്കുന്നു. ഇരുമ്പ് അടങ്ങിയ പഴമാണ്. ഇരുമ്പ് തലച്ചോറിൻ്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നു. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. മഗ്നീഷ്യം അടങ്ങിയ പഴമാണ് അത്തിപ്പഴം. ശരിയായി പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിൽ നിർണായക ധാതുവായ മഗ്നീഷ്യം ആവശ്യമാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ശരീരത്തിലെ രാസപ്രക്രിയയെയും മഗ്നീഷ്യം നിയന്ത്രിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള പഴമാണ്. സിങ്ക് അടങ്ങിയിട്ടുള്ള പഴമാണ്. ഏറ്റവും ശരീരത്തിലെ ആവശ്യമുള്ള ധാതുവാണ് സിങ്ക്. സിങ്ക് അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കും. അത്തിപ്പഴം കാൽസ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. മനുഷ്യ ശരീരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണത്. മാംസപേശികൾ പ്രവർത്തിക്കുന്നതിനും എല്ലിനും പല്ലിനും കാൽസ്യം കൂടിയേ തീരൂ. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ പഴമാണ്. ഭക്ഷണത്തിൽ ശരിയായ അളവിൽ നമ്മളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. മെറ്റബോളിസം വർദ്ധിപ്പിക്കും. ശരീരഭാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നിരന്തരമായി കേൾക്കുന്ന ഒന്നാണ് മെറ്റബോളിസം അഥവാ ഉപാപചയം. പ്രായമാകുന്നതിന് അനുസരിച്ച് പേശികളുടെ ഭാരം കുറയുകയും ഇത് ഉപാപചയ നിരക്ക് കുറയ്ക്കാൻ കാരണമാകുന്നു. ഇത് കൂട്ടാൻ അത്തിപ്പഴത്തിന് സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ഫൈബർ ഉള്ളതിനാൽ നല്ല അളവിൽ കുടലിലെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വിറ്റാമിൻ K അടങ്ങിയ പഴമാണ്. വിറ്റാമിൻ Kയുടെ കുറവ് അസ്ഥികളെ ദുർബലപ്പെടുത്തുകയും അനേകം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. അനീമിയ എന്ന രോഗം വരാതിരിക്കാൻ സഹായിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവാണ് അവസ്ഥയാണ് അനീമിയ. വിളർച്ച, ക്ഷീണം, രക്തക്കുറവ്, നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, തലവേദന എന്നിവ അനീമിയയുടെ ലക്ഷണങ്ങളാണ്. ശരീരത്തിന് ഊർജം നൽകാൻ കഴിയുന്ന മികച്ച ഒരു പഴമാണ് അത്തിപ്പഴം. ലൈംഗികാരോഗ്യത്തിനും നല്ലതാണ്. ശരീരത്തിലെ അമിത കൊഴുപ്പിനും പരിഹാരമാണ്. ഇനിയും ധാരാളം ഗുണങ്ങൾ അത്തിപ്പഴത്തിനുണ്ട്. ഇത് എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് കഴിക്കേണ്ടത് രാത്രി 2 അത്തിപ്പഴം എടുത്ത് വെള്ളത്തിൽ ഇടുക. അത് രാവിലെ വെറും വയറ്റിൽ അത്തിപ്പഴം ആ വെള്ളത്തോടൊപ്പം കുടിക്കുക. അൾസറും ഗ്യാസിനും പുണ്ണ് ഇതൊക്കെ ഉള്ളവർക്കും ഇത് കഴിക്കാം. അവരുടെ രോഗങ്ങൾ മാറുകയും ചെയ്യും. എല്ലാവരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക.